സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഞാൻ പുതിയതായിട്ട് ഇറക്കിയ എൻ്റെ ബുക്കിനെ പറ്റിയാണ്. അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ കുറേ നാളായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ബുക്ക്, അതായത് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബുക്ക്, വെറും 1500 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുള്ളൊരു ബുക്ക് അത് നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾ അമർത്തുക. അവിടെ നിങ്ങൾക്ക് ആ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, നിങ്ങൾ ആ വിവരങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ 1500 വാക്കുകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു സംശയമാണ്. ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ തുടങ്ങിയത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ വന്നത്. ആൾക്കാർ റിസർച്ച് നടത്തിയെങ്കിൽ പോലും അത് സാധിക്കും എന്ന് വന്നത് ആ സമയത്താണ്. അപ്പോഴേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും അതിൻ്റെ അകത്ത് പങ്കെടുത്തു. ലോക സമാധാനത്തിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളിലേക്ക് മെസ്സേജുകൾ എത്തിക്കാനും ഒക്കെ ഉപയോഗിച്ചത് ഈ സമ്പ്രദായമാണ്. ഈ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നുന്നത് കേട്ടാൽ, അതായത് ലോകത്തിൽ തന്നെ പല ടെലിവിഷൻ ചാനലുകളും അതുപോലെ തന്നെ വിക്കിപീഡിയയും ബൈബിള് പോലും ഈ 1500 വാക്കുകൾ മാത്രം ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ ഒക്കെ ഈ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നത് ലോകത്തിലുണ്ട്, അതും അമേരിക്കയിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ സമീപിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? നിങ്ങൾ ആ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കറിയാവുന്ന വാക്കുകളാണ്. അറിയത്തില്ലാത്തത് വളരെ കുറവാണ്. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വാക്കുകൾ 200 താഴെ ആയിരിക്കും, ഉറപ്പാണ്. എന്താണ്, ഇംഗ്ലീഷ് അത്ര സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരുപാട് രാജ്യങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈന, തായ്വാൻ, തായ്ലൻഡ്, ജപ്പാൻ മുതലായ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സായിപ്പന്മാർ, കൊറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് സായിപ്പന്മാർ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന അവിടെ വെച്ച് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷുകാർ ഇങ്ങനെ പഠിപ്പിക്കുന്നവരെ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും വാക്കുകൾ നമുക്ക് ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മളെക്കാളും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ആവറേജ് നമ്മളൊരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്കൊരു 10,000 വാക്കുകൾ അറിയാം. പക്ഷെ നമുക്ക് തന്നാലും എന്താണ്, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അറിയാവുന്ന വാക്കുകൾ നമുക്ക് പോരാ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇച്ചിരി കോൺഫിഡൻസ് തരും. എനിക്ക് ഇതൊക്കെ അറിയാമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബുക്കിനകത്ത് തന്നെ ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ കാണും. ആ അർത്ഥങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെയാണ് ഞാൻ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുള്ള വാക്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാകുന്നതാണ്. എന്താണ്, ഈ വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ നിങ്ങളോടുള്ള ഒരു ക്ഷമാപണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് ഇറക്കാൻ കുറച്ച് താമസിച്ചു പോയി. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് മലയാളം എഴുതിയതിൻ്റെ അകത്ത് ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് ധായ്ക്ക് പകരം ദാ എന്ന് എഴുതുക, അങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് എഴുതിയ ഒന്നാണ്. അതായത് നമ്മളന്നേരം ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വാക്കുകൾ കിട്ടാതെ വരുന്നൊരവസ്ഥയിൽ അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പറ്റുന്ന ഇട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ ബുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൻ്റെ അകത്ത് ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മുടെ പിക്ചർ ഡിക്ഷണറി നമ്മൾ 97 മുതൽ 110 വരെയുള്ള ചാപ്റ്ററിൻ്റെ അകത്തൊരു പിക്ചർ ഡിക്ഷണറി ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഒരുപാട് സ്ഥലത്തുനിന്ന് ശേഖരിച്ച് വിവരങ്ങൾ ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ പ്രയോജനം എടുക്കുക, അല്ലേ? നമുക്ക് റിസോഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം എടുക്കുക. ഇംഗ്ലീഷ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, വെറൊരു ഭാഷ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, വെറും 1500 വാക്കുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ പ്രയോജനം എടുക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് വിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് കോപ്പി ചെയ്ത് വേറെ ബുക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം, നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾ ഇതിൻ്റെ പ്രയോജനം എടുക്കുക, അല്ലേ? അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും വാക്കുകൾ മാത്രം മതിയോ? തീർച്ചയായിട്ടും മതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ, ആവറേജ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത്രയും വാക്കുകൾ മാത്രം മതി. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഇത്രയും വാക്കുകൾ മാത്രം മതി. ഇത് ഇംഗ്ലീഷുകാരൻ തന്നെ കൊണ്ടുവന്നൊരു രീതിയാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് കൂടുതൽ വാക്കുകൾ, അതായത് ഇപ്പോൾ ഒരു വാക്കിൻ്റെ തന്നെ ഇച്ചിരി കൂടെ കട്ടി കൂടിയ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. നമുക്കത് പിന്നീട് പഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.